ഹായ്, നമ്മൾ നെക്സ്റ്റ് ഫോറിയറിലെ അടുത്ത കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് എ ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് കോമ എ ഗ്രേറ്റർ ദാൻ 0. യൂസിങ് ദിസ് റിസൾട്ട് ഫൈൻഡ് ദ ഇൻവേഴ്സ് ട്രാൻസ്ഫോം ഓഫ് 1/1 പ്ലസ് ഒമേഗ സ്ക്വയർ ആൻഡ് ഹെൻസ് പ്രൂവ് ദാറ്റ് ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി കോസ് ഒമേഗ എക്സ് by 1 plus omega square d omega is equal to pi by 2 e raised to minus modulus of x. ഇതാണ് നമ്മുടെ പ്രോബ്ലം. അപ്പോൾ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ട ഫോറിയർ ട്രാൻസ്ഫോം, ഈ ഒരു ഫംഗ്ഷൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ എന്താ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് എ ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ്. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. അപ്പോൾ നമുക്കറിയാം മോഡുലസ് ഓഫ് എക്സ് എന്നൊരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ അതൊരു ഈവൻ ഫംഗ്ഷനാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഈവൻ ഫംഗ്ഷൻ്റെ ഫോർമുല യൂസ് ചെയ്ത് ഈ പ്രോബ്ലം ചെയ്താൽ മതി. അപ്പോൾ ഈവൻ ഓഡ് ഫംഗ്ഷൻസ് നിങ്ങൾ മനസ്സിലാക്കി ചെയ്യണം. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഇ റൈസ് ടു മൈനസ് എ ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈവൻ ഫംഗ്ഷനാണ്. അപ്പോൾ നമുക്ക് ഈവൻ ഫംഗ്ഷൻ്റെ ഫോർമുല മതി ഇവിടെ. അപ്പോൾ ഫോറിയർ എഫ് ഓഫ് എക്സ് ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഹെൻസ് എഫ് ഓഫ് എക്സ് ഈസ് ഈവൻ. Hence f of x is even. നമ്മുടെ ഫോറിയർ ട്രാൻസ്ഫോം is given by ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ ഫോർമുല ഏതായിരിക്കും? ഈവൻ ഫംഗ്ഷൻ നമുക്കറിയാം. ഈവൻ ഫംഗ്ഷൻ നമ്മൾ കൊസൈൻ ട്രാൻസ്ഫോം ആണ് യൂസ് ചെയ്യുന്നത്. സോ എഫ് സി ഒമേഗ, ഈ ഫോർമുല മതി നമുക്ക്. റൂട്ട് ഓഫ് 2/π ഇൻറ്റു ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി എക്സ്. ഇതാണ് നമ്മുടെ ഫോർമുല. സോ നമ്മളിനി എഫ് ഓഫ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2/π ഇൻറ്റു ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഈസ് ഇ റൈസ് ടു മൈനസ് എ മോഡുലസ് ഓഫ് എക്സ്. അപ്പോൾ നമ്മൾ പ്രോബ്ലത്തിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ആ മോഡുലസ് മാറ്റിയാണ് എഴുതുന്നത്. ഈവൻ ഫംഗ്ഷൻ എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് മോഡ് വെച്ചിട്ടാണ്. പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മളത് മോഡ് മാറ്റിയിട്ടാണ് നമ്മളത് എഴുതുന്നത്. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, നമ്മൾ ഫോറിയർ സീരീസിൽ പഠിച്ചിട്ടുണ്ട്. സോ ഇ റൈസ് ടു മൈനസ് എ എക്സ് ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി എക്സ്. ഇനി ഇതിൻ്റെ ഇൻറ്റഗ്രേഷൻ നമ്മൾ ഒരു ഫോർമുലയാണ്, ഇ റൈസ് ടു എ എക്സ് ഇൻറ്റു കോസ് ബി എക്സ് എന്ന ഫോർമുലയാണ്. അപ്പോൾ ഫോർമുല ഞാനിവിടെ എഴുതാം. ഇൻറ്റഗ്രൽ ഇ റൈസ് ടു എ എക്സ് ഇൻറ്റു കോസ് ബി എക്സ് ഡി എക്സ്. ഈ ഫോർമുല നിങ്ങൾ കഴിഞ്ഞ സെമ്മിൽ പഠിച്ചതാണ്. ഇത് എന്താ ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാം, എല്ലാവരും മറന്നു കാണും. ഇ റൈസ് ടു എ എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു എ കോസ് ബി എക്സ് പ്ലസ് ബി സൈൻ ബി എക്സ്. ഇതാണ് ഫോർമുല. സോ ഇവിടെ നമുക്ക് എയുടെ സ്ഥാനത്ത്, ഈ പ്രോബ്ലത്തിലെ എയുടെ സ്ഥാനത്ത്, ഈ ഫോർമുലയിലെ എയുടെ സ്ഥാനത്ത് നമുക്ക് മൈനസ് എയും ബി ഈസ് ഈക്വൽ ടു ഒമേഗയാണ്. സോ നമുക്കത് അപ്ലൈ ചെയ്യാം. ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2/π ഇൻറ്റു, നമുക്ക് ഫോർമുല യൂസ് ചെയ്യാം. ഇ റൈസ് ടു മൈനസ് എ എക്സ് ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ മൈനസ് എയുടെ സ്ക്വയർ എടുക്കുമ്പോൾ എ സ്ക്വയർ തന്നെയാണ്, പ്ലസ് ബി സ്ക്വയർ ഈസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എന്താ പറയുക, ഇൻറ്റു എ കോസ് ബി എക്സ് പ്ലസ് ബി സൈൻ ബി എക്സ്. എ എന്ന് പറയുന്നത് മൈനസ് എ ആണ്. മൈനസ് എ കോസ് ബി എക്സ് കോസ് ഒമേഗ എക്സ് പ്ലസ് ബി സൈൻ ബി എക്സ്. ബി ഈസ് ഒമേഗ, സോ ഒമേഗ സൈൻ ഒമേഗ എക്സ് വിത്തിൻ ദ ലിമിറ്റ്സ് 0 ടു ഇൻഫിനിറ്റി. ഇനി നമുക്ക് ലിമിറ്റ്സ് അപ്ലൈ ചെയ്ത് നോക്കാം. ഈക്വൽ ടു റൂട്ട് ഓഫ് 2/π ഇൻറ്റു ലിമിറ്റ്സ് കൊടുക്കാം. അപ്പോൾ ലിമിറ്റ് ഈസ് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ദിസ് ബിക്കംസ് ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി. വാട്ട് ഈസ് ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി? യെസ്, ഇറ്റ് ഈസ് 0. അപ്പോൾ ഇത് 0 ആയി. ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി വരുമ്പോൾ ഇവിടെ 0 ആയി. അപ്പോൾ ഈ 0 ഇൻറ്റു ഇത് വരുമ്പോൾ എല്ലാം 0 ആണ്. സോ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് 0 ആണ് വരുന്നത്. 0 മൈനസ് ലോവർ ലിമിറ്റ് ഈസ് 0 കൊടുക്കുമ്പോൾ ഇ റൈസ് ടു 0, ദാറ്റ് ഈസ് 1/a സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. 1/a സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു, ഇനി ഇതിനകത്തോട്ട് കൊടുക്കുമ്പോൾ 0 കൊടുക്കുമ്പോൾ ഇവിടെ കോസ് 0 ബിക്കംസ് 1. സോ ദിസ് ഈസ് മൈനസ് എ, സൈൻ 0 ബിക്കംസ് 0. സോ ഓൺലി മൈനസ് എ ഇസ് ദെയർ. സോ മൈനസ് എ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്. സോ റൂട്ട് ഓഫ് 2/π ഇൻറ്റു എ ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോറിയർ ട്രാൻസ്ഫോം. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് യൂസിങ് ദിസ് റിസൾട്ട് ഫൈൻഡ് ദ ഇൻവേഴ്സ് ട്രാൻസ്ഫോം ഓഫ് 1/1 പ്ലസ് ഒമേഗ സ്ക്വയർ. അപ്പോൾ ഈ ഒരു ഫോം വച്ചുകൊണ്ട് ഈ ഒരു സൊല്യൂഷനിൽ നിന്നും നമുക്ക് ഇൻവേഴ്സ് ട്രാൻസ്ഫോം ഓഫ് 1/1 പ്ലസ് ഒമേഗ സ്ക്വയർ കാണണം. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് എഫ് ഒമേഗയാണ്, ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ്. അപ്പോൾ ഇത് ഫോറിയർ ട്രാൻസ്ഫോം ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇൻവേഴ്സ് ആയിരിക്കും. അത് നമുക്കറിയാം. Now we have
f of x is equal to f inverse of this function root of 2 by pi into a by a square plus omega square. ഈ കിട്ടിയതിൻ്റെ ഇൻവേഴ്സ് ആണ്, ഇതിൻ്റെ ഇൻവേഴ്സ് ആണ് എഫ് ഓഫ് എക്സ്. അപ്പോൾ നമ്മൾ ഇൻവേഴ്സ് ആണെന്നുള്ളത് എഴുതി. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് നമുക്കിതിൻ്റെ ഇൻവേഴ്സ്. ഇപ്പോൾ നമുക്ക് കണ്ടുപിടിക്കുന്നത് 1/1 പ്ലസ് ഒമേഗ സ്ക്വയറിൻ്റെ ഇൻവേഴ്സ് ആണ്. നമുക്ക് കിട്ടിയിരിക്കുന്നത് എ ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് കൊണ്ടുവരണം. അപ്പോൾ ഇത് എഫ് ഓഫ് എക്സ് ആണ്, പക്ഷേ എഫ് ഓഫ് എക്സ് ഇതാണെന്ന് നമുക്കറിയാം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് e raised to minus a into modulus of x is equal to f inverse of root of 2 by pi into a by a square plus omega square. Now this is a constant taken outside, so this is equal to root of 2 by pi into f inverse of a by a square plus omega square. ഇതാണ് e raised to minus a into modulus of x. ഇനി ഇപ്പോൾ നമുക്ക് നോക്കാം എഫ് ഇൻവേഴ്സ് ഓഫ് എ ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ, ഇവിടെ 1/1 പ്ലസ് ഒമേഗ സ്ക്വയർ. അപ്പോൾ ഈ എക്ക് പകരം നമ്മൾ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ ഇൻവേഴ്സ് കിട്ടും. സോ വി ആർ പുട്ടിങ് എ ഈസ് ഈക്വൽ ടു 1. സോ പുട്ട് എ ഈസ് ഈക്വൽ ടു 1. ദെയർഫോർ ഞാൻ ഇത് എഴുതുകയാണ് എഫ് ഇൻവേഴ്സ് ഓഫ് 1/1 പ്ലസ് ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ബൈ പൈ. ഈ സൈഡിലോട്ട് പോകുമ്പോൾ റൂട്ട് ഓഫ് പൈ ബൈ 2 എന്ന് എഴുതാം. റൂട്ട് ഓഫ് പൈ ബൈ 2 ഇൻറ്റു ഇ റൈസ് ടു എക്ക് 1 കൊടുക്കുമ്പോൾ മൈനസ് മോഡുലസ് ഓഫ് എക്സ്. സോ ദിസ് ഈസ് ദി ഇൻവേഴ്സ് ട്രാൻസ്ഫോം ഓഫ് 1/1 പ്ലസ് ഒമേഗ സ്ക്വയർ. അപ്പോൾ ഇൻവേഴ്സ് ട്രാൻസ്ഫോമും കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ 2 പാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി മൂന്നാമത്തത് integral 0 to infinity cos omega x by 1 plus omega square d omega is equal to pi by 2 e raised to minus modulus of x എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറേ 2-3 പ്രോബ്ലംസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഈ ഫൊറിയർ ട്രാൻസ്ഫോം ചെയ്ത് കഴിഞ്ഞ് അടുത്തൊരു ഇൻറ്റഗ്രൽ പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ അത് ഇൻവേഴ്സ് ട്രാൻസ്ഫോം ഫോർമുല യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ നമ്മളിവിടെ കൊസൈൻ ട്രാൻസ്ഫോം യൂസ് ചെയ്തിട്ടാണ് പ്രോബ്ലം ചെയ്തത്. സോ ഇവിടെ നമുക്ക് ഇൻവേഴ്സ് കൊസൈൻ ട്രാൻസ്ഫോമിൻ്റെ ഫോർമുല യൂസ് ചെയ്തിട്ടാണ് ഇത് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. നൗ ഇൻവേഴ്സ് Fourier cosine transform. Now inverse Fourier cosine transform is Fourier cosine transform ആണ് യൂസ് ചെയ്യേണ്ടത്. ട്രാൻസ്ഫോം ഈസ് എന്താ f of x is equal to root of 2 by pi integral 0 to infinity f omega fc omega into cos omega x d omega. So this is equal to root of 2 by pi into integral 0 to infinity fc omega is root of 2 by pi into a by a square plus omega square into cos omega x d omega. Now we have to find out this integral. നമുക്ക് ഇൻറ്റഗ്രൽ മാത്രം മതി. അപ്പോൾ റൂട്ട് ഓഫ് 2 ബൈ പൈനെയും കൂടെ നമ്മൾ പുറത്തെടുക്കുന്നു. സോ ദിസ് ബിക്കംസ് 2 ബൈ പൈ ഇൻറ്റു ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എ ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു now we are substituting f of x is e raised to minus a into modulus of x. അപ്പോൾ നമുക്ക് ഈ ഇൻറ്റഗ്രൽ എടുത്ത് എഴുതാം. therefore integral 0 to infinity a by a square plus omega square into cos omega x d omega is equal to this 2 by pi go to this LHS. Therefore pi by 2 into f of x. What is f of x? E raised to minus a into modulus of x. ഇനി നമുക്ക് ഇൻ്റഗ്രലിലോട്ട് പോവുക. ഈ ഇൻ്റഗ്രലിൽ എന്താണ് ആവശ്യം അതാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ എ എന്ന ആളില്ല, അപ്പോൾ പകരം ഇവിടെ 1 ആണ് വരുന്നത്. സോ വി ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് 1 ഫോർ എ. സോ പുട്ട് എ ഈസ് ഈക്വൽ ടു 1. ഇവിടെയും നമ്മൾ എക്ക് 1 കൊടുക്കുന്നു. ദെയർഫോർ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി 1/1 പ്ലസ് ഒമേഗ സ്ക്വയർ cos omega x d omega is equal to pi by 2 into e raised to minus modulus of x. അപ്പോൾ എല്ലാ പ്രോബ്ലവും ഒരേ പ്രൊസീജിയർ തന്നെയാണ്. ഫൊറിയർ ട്രാൻസ്ഫോം കാണുന്നു, അത് കഴിഞ്ഞ് ഫോറിയർ ഇൻറ്റഗ്രൽ കാണുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈവൻ ഓഡ് ഫംഗ്ഷൻ ശ്രദ്ധിച്ച് ചെയ്യുക. അതാണ് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഫൊറിയർ ട്രാൻസ്ഫോം ചെയ്ത് വരുന്നതിനേക്കാളും ഈവൻ ഓഡ് ഫംഗ്ഷൻസ് മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് സിമ്പിളായിട്ട് പ്രോബ്ലം ചെയ്യാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. Find the Fourier transform of f of x equal to 1 minus mod x
in modulus of x less than 1 and equal to 0 otherwise, and hence prove that integral 0 to infinity 1 minus cos x by x square dx is equal to pi by 2. കഴിഞ്ഞ പ്രോബ്ലം പോലെ ഒരു സിമ്പിൾ പ്രോബ്ലം തന്നെയാണ് ഇവിടെയും നമ്മൾ നോക്കേണ്ടത് f of x equal to 1 minus modulus of x mod x less than 1. mod x less than 1 എന്ന് പറയുമ്പോൾ -1 to +1 ആണ്. സോ 1 minus modulus of x is an even function അല്ലേ. 1 minus modulus of x. modulus of x നമ്മൾ എക്സിന് മൈനസ് കൊടുക്കുമ്പോൾ ഇത് ഈവൻ ഫംഗ്ഷൻ തന്നെയാണ്. ഇൻ്റർവൽ ഇതാണ്. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ മോഡുലസ് വന്നു കഴിഞ്ഞാൽ അത് ഈവൻ ആണ്. ഇൻ്റർവൽ നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ നമ്മൾ ഇൻ്റർവൽ നോക്കുക. ഇൻ്റർവൽ നോക്കുമ്പോൾ -, to +ആണ്. സോ ദിസ് ഈസ് an ഈവൻ ഫംഗ്ഷൻ. ഹിയർ f of x is an even function. f of x is even ആവുമ്പോൾ നമുക്ക് വേറെ ഒന്നും നോക്കാനില്ല. cosine transform. Now the Fourier cosine transform is fc omega is equal to root of 2 by pi integral 0 to infinity f of x into cos omega x dx. This is equal to square root of 2 by pi into integral 0 സ്റ്റാർട്ട് ചെയ്യേണ്ടത്. 0 to എന്താ 1 ആണ്. ഇൻഫിനിറ്റി വരെ പോകുന്നില്ല. 1 മൈനസ് മോഡ് എക്സ് എന്ന് വേണ്ട, എക്സ് മതി. 1 മൈനസ് എക്സ് ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി എക്സ്. നോ വി ആർ ഇൻറ്റഗ്രേറ്റിംഗ്. സോ റൂട്ട് ഓഫ് 2 by pi ഇൻറ്റു ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ 1 മൈനസ് എക്സ് ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് കോസിൻ്റെ ഇൻറ്റഗ്രൽ സൈൻ ആണ്. സൈൻ ഒമേഗ എക്സ് ബൈ ഒമേഗ minus derivative of first is -1. 1 minus x in the derivative -1. Integral of second is sin into integral minus cos ആണ്. So minus cos omega x divided by ഒരു ഒമേഗ വരും. അപ്പോൾ ഇതും കൂടെ ഒമേഗ സ്ക്വയർ ആയി. ഇനി അടുത്ത ഡെറിവേറ്റീവ് ഇല്ല. സോ ഇൻറ്റഗ്രേഷൻ കംപ്ലീറ്റഡ് 0 to 1. Now we are applying the limits അപ്ലൈ ചെയ്യാം. This is equal to square root of 2 by pi into ലിമിറ്റ് കൊടുക്കുമ്പോൾ അപ്പർ ലിമിറ്റ് 1 ആണ്. 1 മൈനസ് 1 ബിക്കംസ് 0. ഇതങ്ങ് പോയി. ഇവിടെ 1 കൊടുക്കുമ്പോൾ എന്താ വരിക? 3 മൈനസ് ഉണ്ട്. മൈനസ് ഇൻറ്റു മൈനസ് ദറ്റ് ഈസ് മൈനസ് കോസ് ഒമേഗ. എക്സിന് 1 കൊടുക്കുമ്പോൾ കോസ് ഒമേഗ ബൈ ഒമേഗ സ്ക്വയർ. നോ ദ ലോവർ ലിമിറ്റ് ഈസ് 0 കൊടുക്കുമ്പോൾ സൈൻ 0 ബിക്കംസ് 0. ഇത് ക്യാൻസലായി പോയി. ഇവിടെ 0 കൊടുക്കുമ്പോൾ കോസ് 0 ബിക്കംസ് 1. സോ ഇവിടെയും 3 മൈനസ് ആണ്. ലോവർ ലിമിറ്റിൻ്റെ മൈനസും കൂടെ ആകുമ്പോൾ പ്ലസ് ആവുന്നു. cos omega x cos 0 becomes 1 by omega square. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 by pi ഇൻറ്റു നമുക്ക് LCM ഒമേഗ സ്ക്വയർ ആണ്. ഒമേഗ സ്ക്വയർ എടുക്കാം. ഡിനോമിനേറ്റർ 1 പോസിറ്റീവ് ആദ്യം എഴുതാം. 1 മൈനസ് കോസ് ഒമേഗ. സോ ദിസ് ഈസ് ദി ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ദ ഗിവൺ ഫംഗ്ഷൻ. ഫോറിയർ ട്രാൻസ്ഫോം കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഫോറിയർ ഇൻറ്റഗ്രൽ കണ്ടുപിടിക്കണം. സോ ഇൻവേഴ്സ് ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം യൂസ് ചെയ്തിട്ട് നമുക്ക് ഇൻറ്റഗ്രലിലോട്ട് വരാം. നൗ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം. ഇൻവേഴ്സ് ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഈസ് f of x is equal to root of 2 by pi into integral 0 to infinity fc omega into cos omega x ഡി ഒമേഗ. ഫോർമുല എഴുതുമ്പോൾ തെറ്റരുത്. ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എക്സ് ഞാൻ ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഫോറിയർ ഇൻറ്റഗ്രലോട്ട് വരുമ്പോൾ കൊസൈൻ ഇൻവേഴ്സ് വരുമ്പോൾ ഒമേഗയാണ് അവിടുത്തെ വേരിയബിൾ. ഇനി നമുക്ക് പറഞ്ഞതുപോലെ ലിമിറ്റ്സും ഒന്നും നമ്മൾ മാറ്റുന്നില്ല. ഇത് ഇൻറ്റഗ്രേഷൻ ചെയ്യുന്നില്ല. നമ്മൾ ജസ്റ്റ് എഴുതുന്ന മാത്രമേ ഉള്ളൂ. ഇൻറ്റഗ്രൽ എഴുതിയാൽ മതി. റൂട്ട് ഓഫ് 2 by pi ഇൻറ്റഗ്രൽ 0 to infinity എഫ് സി ഒമേഗ ഈസ് റൂട്ട് ഓഫ് 2 by pi ഇൻറ്റു ഇതാണ് 1 മൈനസ് കോസ് ഒമേഗ divided by omega square into cos omega x d omega. This is equal to ഇത് പുറത്തോട്ട് വരുമ്പോൾ 2 by pi ആയി. ഇൻറ്റഗ്രൽ 0 to infinity 1 minus cos omega by omega square into cos omega x d omega. ഇത് നിങ്ങൾ കഴിഞ്ഞ പ്രോബ്ലംസ് എല്ലാം ചെയ്തതുപോലെ തന്നെയാണ്. അതാണ് ഞാനൊന്ന് സ്പീഡ് ആയത്. അപ്പോൾ നമ്മൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇത് പുറത്തോട്ട് കൊണ്ടുവരിക. എഫ് ഓഫ് എക്സിന് നമ്മൾ ഫംഗ്ഷൻ വാല്യൂ കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. Therefore integral 0 to infinity 1 minus cos omega divided by omega square into cos omega x d omega is equal to 2 by pi RHSലോട്ട് പോകുമ്പോൾ pi by 2 into f of x എന്ന് വന്നു. That is equal to pi by 2 into 1 minus modulus of x.
ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്തായിരുന്നു? ഇൻ്റഗ്രൽ 0 to ∞ 1 - cos x by x square dx = π/2. അപ്പോൾ അത് കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം നമുക്ക് ഈ ഒരു cos ω(x) ഇവിടെ ഇല്ല. ഇത് പോകാനായിട്ട് നമ്മൾ ആദ്യം എക്സിന് 0 കൊടുക്കുക. പുട്ട് x = 0. Put x = 0. Therefore, integral 0 to ∞ 1 - cos ω by ω² d is equal to π/2 എന്ന് നമുക്ക് കിട്ടി. അല്ലേ? നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മുടെ ഇൻ്റഗ്രൽ നോക്കുക. അവിടെ എന്തൊക്കെ മോഡിഫിക്കേഷൻ വരുത്തിയാലാണ് നമുക്ക് ആ റിസൾട്ട് കിട്ടുന്നത് നിങ്ങൾ ആദ്യം നോക്കുക. അപ്പോൾ ഇവിടെ 1 - cos x by x² dx. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 1 - cos ω by ω². അതുപോലെ എക്സിന് പകരം ഇവിടെ ഒമേഗ മാത്രമേ മാറ്റുള്ളൂ. അപ്പോൾ എക്സിന് പകരം ഒമേഗയ്ക്ക് പകരം എക്സ് കൊടുത്താൽ നമുക്കിത് കിട്ടും. പക്ഷേ ഇവിടെ വേറൊരാളും കൂടെ കിടപ്പുണ്ട്, cos ω(x). അപ്പോൾ ആദ്യം ഈ ആളിനെ നമുക്ക് കളയണം. ഈ ആളിനെ കളയണമെങ്കിൽ എക്സിന് നമ്മൾ 0 കൊടുത്താലേ പറ്റത്തുള്ളൂ. cos 0 becomes 1. അപ്പോൾ ആദ്യം അത് ചെയ്തു. ഇനി നമ്മൾ ഒമേഗയെ എക്സ് കൊണ്ട് റീപ്ലേസ് ചെയ്യുക. നൗ റീപ്ലേസ് ഒമേഗ ബൈ എക്സ്. Therefore we get integral 0 to ∞ 1 - cos x divided by x² dx is equal to π/2. So this is the final answer. Okay, thank you.